തൃശൂർ ശ്രീ വടക്കുംനാഥ ക്ഷേത്ര ശ്രീമൂലസ്ഥാനത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളോൽപ്പത്തി പോലെ തന്നെ പരശുരാമനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് പരശുരാമന്റെ ക്ഷണം അനുസരിച്ചുകൊണ്ട് ശിവഭഗവാനും കുടുംബവും തെക്കോട്ടേക്ക് യാത്ര തിരിച്ചു. അദ്ദേഹത്തിനോടൊപ്പം തന്നെ പാർവതി ദേവിയും ഒപ്പം ഗണപതി ഭഗവാനും അതുപോലെ തന്നെ സുബ്രഹ്മണ്യ ഭഗവാനും കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാഹനമായ കാള യാത്ര അവസാനിപ്പിച്ചത് ഇവിടെയാണ്. അങ്ങനെ ത്രിപുരമാകയാൽ തൃശ്ശൂർപേരൂർ എന്ന സ്ഥലമുണ്ടായി. തൃശ്ശൂർപേരൂർ തന്നെയാണ് ലോപിച്ച് തൃശ്ശൂരായത്. എന്തായാലും വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ഐതിഹ്യമാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രത്തിന് ചുറ്റുമാണ് തൃശ്ശൂർ വ്യാപിച്ച് കിടക്കുന്നത്. തൃശ്ശൂർപേരൂർ മുഴുവൻ സ്ഥലങ്ങളും ഈ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു തൃശ്ശൂർ റൗണ്ട് ക്ഷേത്രത്തിന് ചുറ്റുമായി നമുക്ക് കാണാം. ഒപ്പം ക്ഷേത്ര കാഴ്ചകളും നമുക്ക് കാണാം. തൃശ്ശൂരിനെ സാംസ്കാരിക നഗരം എന്നറിയപ്പെടുന്നത് പോലെ തന്നെ കൃഷിയുടെ കാര്യത്തിലാകട്ടെ, കലാപരമാകട്ടെ, കായികപരമാകട്ടെ, ഒപ്പം സാക്ഷരതയുടെ കാര്യത്തിലും തൃശ്ശൂർ മുന്നിൽ തന്നെ. ഇനി നമ്മൾ പാചകത്തിൽ മുൻകൈയിലാണോ തൃശ്ശൂർക്കാരെന്നാണ് അന്വേഷിക്കാൻ പോകുന്നത് മിഷൻ ഹോസ്പിറ്റലിന് അടുത്തുള്ള ഒരു വീട്ടിലേക്കാണ്. റീമ എന്ന ചേച്ചിയുടെ വീട്ടിലേക്ക്. റീമ ചേച്ചി പാചകം ചെയ്യുന്നത് മാത്രമല്ല, പാചകം മറ്റുള്ളവർക്ക് പഠിപ്പിച്ചും കൊടുക്കുന്നു.